രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയ്ക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നടപടി. നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കും. രാഹുൽ ഈശ്വറിന് പുറമെ സന്ദീപ് വാര്യർ, മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കൻ, അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്നിവരും പ്രതികളാണ്. സന്ദീപ് വാര്യരെയും ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. എന്നാൽ ചോദ്യം ചെയ്യലിൽ ആരോപണം തള്ളുകയാണ് രാഹുൽ ഈശ്വർ. രാഹുലിനെ പിന്തുണച്ചതിന്റെ പേരിൽ തന്നെ കുടുക്കാനാണ് ശ്രമമെന്ന് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ രാഹുൽ പ്രതികരിച്ചു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടില്ല, ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല. ഇത് വ്യാജ പരാതിയാണ്. ഇതുകൊണ്ടാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. നമ്മുടെ മകനും അച്ഛനും ഒക്കെ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ദയവായി ശ്രദ്ധിക്കുക. നിങ്ങൾ, നമ്മളുടെ അച്ഛൻ, നമ്മളുടെ മകൻ ജയിലിൽ നിന്നൊരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല, കള്ളം പറയുവാണ്. കുടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്, കള്ളക്കേസാണ്. കുടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇത് കാരണമാണ് മെൻസ് കമ്മീഷൻ വേണ്ടത്. കള്ളക്കേസാണ്, കുടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതിനുള്ള ദേഷ്യമാണ്. സുനിഷ അയലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, ഒരു വശത്ത് ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. മറുവശത്ത് സൈബർ ആക്രമണം നടത്തുന്ന അതിജീവിതക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നതിൽ ദ്രുതഗതിയിൽ തന്നെ നടപടിയെടുക്കുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായി രാഹുൽ ഈശ്വറിനെതിരെ നടപടിയെടുത്തിരിക്കുന്നു, അറസ്റ്റിലായിരിക്കുന്നു. ഇപ്പോൾ പ്രതികരണം വരുമ്പോൾ പറയുന്നു താൻ അങ്ങനെ ഒരു ഫോട്ടോ അടക്കം ഐഡന്റിറ്റി പുറത്തുവിട്ടിട്ടില്ല എന്ന കാര്യമാണ് പറയുന്നത്. പക്ഷെ നമ്മളൊക്കെ കേട്ടതാണ് ഏത് രീതിയിലായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം എന്നടക്കമുള്ള കാര്യങ്ങൾ. വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രുതി, കീർത്തന, അത് തന്നെയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സൈബർ അതിക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഇതാ വൈദ്യപരിശോധനയും നടത്തി നിലവിൽ ഇപ്പോൾ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഫോൺ പരിശോധിച്ചു, ലാപ്ടോപ്പുകൾ പരിശോധിച്ചു, ഇതെല്ലാം പരിശോധിച്ചതിൽ കൃത്യമായ തെളിവുകൾ അടക്കമാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു, പെൺകുട്ടിയെക്കുറിച്ച്, അതിജീവിതയെക്കുറിച്ച് ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൽ നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ട് തന്നെയാണ് ആ കേസും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും നാളെയോടെയായിരിക്കും രാഹുൽ ഈശ്വറിനെ കോടതിയിലേക്ക് എത്തിക്കുകയും ചെയ്യുക. ഈ പറഞ്ഞതുപോലെ ഇന്ന് രാഹുൽ ഈശ്വറാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ നാളെയോടുകൂടി കൂടുതൽ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നൊരു സൂചന തന്നെയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സന്ദീപ് വാര്യരെയും ചോദ്യം ചെയ്യും. കേസിൽ മൂന്നാം പ്രതിയായിരിക്കുന്ന സന്ദീപ് വാര്യരെ കൂടി ചോദ്യം ചെയ്യാൻ കടക്കുകയാണ് SIT എന്നുള്ളതാണ്. പാലക്കാട് തുടരുന്ന SIT സംഘം സന്ദീപ് വാര്യരെ അടുത്ത ഘട്ടത്തിൽ നാളെയോടുകൂടി തന്നെ ഇതേ രീതിയിൽ ചോദ്യം ചെയ്യും. കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ഈ ആരോപണം അന്വേഷണ സംഘത്തിന് മുന്നിൽ നിഷേധിക്കും എന്ന് പറയുമ്പോൾ പോലും താൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയില്ല എന്ന് ഒരുപക്ഷെ നേരത്തെ രാഹുൽ ഈശ്വർ അടക്കം പറഞ്ഞതും അത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചു എന്നൊരു കാരണം കൊണ്ട് തന്നെ കൊടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഈ അറസ്റ്റ് എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. അതേ രീതിയിൽ തന്നെ താൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല, അങ്ങനെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അത് കൂടുതൽ ആളുകൾ അതിൽ കമന്റ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് വന്നപ്പോൾ താൻ അത് ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ് സന്ദീപ് വാര്യരും പറയുന്നത്. പക്ഷേ സ്വാഭാവികമായും ഇതിൽ ഊന്നിക്കൊണ്ട് നിരവധി ആളുകൾ ഇങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നുണ്ട് ഈ അതിജീവിതയ്ക്കെതിരെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ നിലവിൽ ഇപ്പോൾ 4 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാം പ്രതിയായി വന്നിരിക്കുന്നത് രഞ്ജിത നിലക്കലാണ്. പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ നേതാവാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായി എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് കൂടിയായിട്ടുള്ള ദീപ ജോസഫാണ്. പിന്നീട് സന്ദീപ് വാര്യറും ഒപ്പം തന്നെ രാഹുൽ ഈശ്വറും ഈ പ്രതിപട്ടികയിൽ എത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇനിയും കൂടുതൽ ആളുകൾ പുറത്തേക്ക് വരാനുണ്ട്. 1-2 ആളുകളിൽ ഒതുങ്ങുന്നതല്ല. ഇവരെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇങ്ങനെ ഈ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ, ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുന്ന തരത്തിൽ, ഈ പെൺകുട്ടിയെ മാനസികമായി തളർത്തുന്ന തരത്തിൽ വലിയ രീതിയിൽ ഈ സൈബർ അറ്റാക്ക് പല ഭാഗങ്ങളിലുമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ എല്ലാം കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ADGP പറഞ്ഞത് പ്രകാരം സംസ്ഥാനത്തൊട്ടാകെയുള്ള എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അതിജീവിതയ്ക്കെതിരെ മോശം പരാമർശം ഇട്ടുകൊണ്ട് ഈ അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള നീക്കം നടത്തണമെന്നുള്ളതാണ്. അതിനുള്ള നീക്കം സൈബർ പോലീസിന്റെ ഭാഗത്തു നിന്നും തുടരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആരാണോ ഇത്തരത്തിൽ സൈബർ പോസ്റ്റുകൾ, സൈബർ സെൽ ഈ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയകളിലോ ഇത്തരത്തിൽ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിൽ ഈ പോസ്റ്റ് ഇടുന്നതായാലും കമന്റ് ഇടുന്നതായാലും പറയുന്നതായാലും അത് ആരായാലും അവർക്കെതിരെ കേസെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ വേഗത്തിൽ നടപടി എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് ഏതായാലും സൈബർ പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ ഈശ്വറിന്റെ ആദ്യ അറസ്റ്റ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ ഈ പ്രതിപട്ടികയിലേക്ക് എത്തും. ഒപ്പം തന്നെ അറസ്റ്റുകളും ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശ്രുതി, കീർത്തന. തീർച്ചയായിട്ടും സുനിഷ അയലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.